ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായ ഇന്ത്യയിലെ ആദ്യത്തെ സമഗ്ര ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം. ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുകൾ സന്ദേശങ്ങളോ സൈറണോ ആയി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സംവിധാനം. അതാണ് കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം, ചുരുക്കി പറഞ്ഞാൽ കവചം. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കവചം എന്ന കാര്യത്തിൽ സംശയമില്ല. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോകബാങ്ക് എന്നിവരുടെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതിയാണ് കവചം. സൈറൺ, സ്ട്രോബ്ലൈറ്റ് ശൃംഖല, അവ നിയന്ത്രിക്കുന്ന എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ, അവയുടെ ഡിസിഷൻ സപ്പോർട്ട് സോഫ്റ്റ്വെയർ, ബൃഹത്തായ ഡാറ്റാ സെന്റർ എന്നിവ ഉൾപ്പെടുന്നതാണ് കവചം. 2025 ജനുവരി 21 ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള 91 സൈറണുകൾ ഒരുമിച്ച് മുഴങ്ങി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ്, കേന്ദ്ര ജല കമ്മീഷൻ എന്നിവയുടെ അതിതീവ്രത ദുരന്ത മുന്നറിയിപ്പുകളാണ് കവചം സംസ്ഥാനത്തിന്റെ എല്ലായിടത്തേക്കും എത്തിക്കുന്നത്. സംസ്ഥാനത്ത് കവചത്തിന്റെ ഉപകരണങ്ങൾ എത്രയെണ്ണം സ്ഥാപിച്ചിട്ടുണ്ട്? അത് എവിടെയൊക്കെയാണ്? ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെ? ഉപകരണങ്ങൾ സ്ഥാപിച്ച കമ്പനി ഏത്? ഏതൊക്കെ ഫണ്ടിൽ നിന്ന് എത്ര രൂപ ചിലവായി? അങ്ങനെ ഉണ്ടായേക്കാവുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയ്ക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ സൂചിപ്പിക്കുന്ന കണക്കുകൾ ഇങ്ങനെ: 70,43,31,788 രൂപ ചിലവിൽ സംസ്ഥാനത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട 126 സ്ഥലങ്ങളിലാണ് പദ്ധതിയുടെ ഉപകരണങ്ങളായ സൈറൺ, സ്ട്രോബ്ലൈറ്റ് എന്നിവ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ സംസ്ഥാന എമർജൻസി സെന്റർ, ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ, താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ, ജില്ലാ ഫയർ ഓഫീസുകൾ, മത്സ്യഭവനുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന CMS കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡാണ് കവചം സ്ഥാപിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ 14 ജില്ലകളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ സൈറണുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വേൾഡ് ബാങ്കിൽ നിന്നും 65 കോടിയിലധികം രൂപയും സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 5 കോടിയിലധികം രൂപയുമാണ് പദ്ധതിക്കായി അനുവദിച്ചത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: പദ്ധതി എന്തിനാണ്? അടിക്കടി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ സംസ്ഥാനത്തിന് വലിയ നാശമാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ മുൻകൂട്ടിയുള്ള ദുരന്ത മുന്നറിയിപ്പുകളുടെ ആവശ്യകത വളരെ വലുതാണ്. കടലേറ്റം, കാറ്റ്, ശക്തമായ മഴ, കനത്ത ചൂട് എന്നിവ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ടവറുകൾക്കും സർക്കാർ കെട്ടിടങ്ങൾക്ക് മുകളിലും സ്ഥാപിച്ച ഈ സൈറണുകൾ തീവ്രതയ്ക്കനുസരിച്ച് വ്യത്യസ്ത നിറങ്ങളിലും ശബ്ദങ്ങളിലും മുന്നറിയിപ്പ് നൽകും. ഇതിലൂടെ സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏകീകരിക്കാനും കാര്യക്ഷമമാക്കാനും കഴിയും. സമീപകാല ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ കെട്ടുറപ്പുള്ള കവചം പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ.